ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ, ഇന്നലെ നാളെ. അപ്പം ഇന്ന് 12 മണിക്ക് നമ്മൾ കേക്ക് കട്ടയാണ്. ആഘോഷങ്ങളും ആരവങ്ങളും ഒന്നും ഇല്ലാത്ത കാശിക്കുട്ടൻ്റെ പിറന്നാൾ. കഴിഞ്ഞ വട്ടം 1-ാം പിറന്നാൾ നല്ല അതിഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചു. ഇപ്രാവശ്യം പിന്നെ കുറേ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ആരുമില്ല. പിന്നെ വിനുവിന്റെ അച്ഛന് ചെറുതായിട്ട് ഹോസ്പിറ്റൽ കേസ് കയറ്റിയിരിക്കണം. അപ്പൊ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടും. അപ്പൊ പിന്നെ ഉള്ളപ്പോ എല്ലാവരും വേണല്ലോ, എന്റെ വീട്ടിൽ നിന്നും അവളുടെ വീട്ടിൽ നിന്നും അറ്റ്ലീസ്റ്റ് അവരെങ്കിലും വേണല്ലോ. മാത്രമല്ല ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ നന്നായി ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. എല്ലാ തവണ ഇതുപോലെ നമ്മൾ ആഘോഷിച്ച് നമ്മൾ വെറുതെ പൈസ കളയണ്ടല്ലോ. അപ്പം അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലുലുവിലൊന്ന് പോകണം. നാളെ കാശുകൊണ്ട് ബർത്ത്ഡേ ആയിട്ട് നമ്മൾ വേറെ കുറയ്ക്കണമൊന്നുമില്ല. സദ്യയും പായസവും, മോർണിംഗ് അമ്പലത്തിൽ പോകും. പിന്നെ ഇന്ന് നൈറ്റ് നമ്മൾ കേക്ക് കട്ട് ചെയ്യും. പിന്നെ കാശിക്കുട്ടൻ നമ്മളങ്ങനെ സർപ്രൈസ് കൊടുത്താൽ അവനത് അറിയാറായില്ലല്ലോ. അത് മാത്രമേ ഉള്ളൂ, ഒരു കാൻഡിൽ നൈറ്റ് കട്ടിങ്. അപ്പോൾ അവന് അത് ഉൾക്കൊള്ളാനുള്ളതായിട്ടില്ല. എന്നാലും നമ്മൾ അവൻ്റെ ഒരു ബർത്ത്ഡേ എന്നുള്ള രീതിക്ക് കട്ട് ചെയ്യുന്നത് മാത്രമല്ല. അപ്പം അതിന് വേണ്ടി പോവാണ്, ഇറങ്ങാണ്. ഇപ്പം ജോലി കഴിഞ്ഞ് വന്ന് ഇപ്പം ലുലുവിൽ പോയി ആള് സെറ്റായി നിൽക്കണം. കാശുകൂട്ടാ ബൈ പറഞ്ഞേ, ബൈ ബൈ, ടാറ്റ കൊടുക്ക്, ടാറ്റ. അപ്പം അങ്ങനെ ആവട്ടെ, ബൈ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബർത്ത്ഡേ ആയിട്ട് ഒരു മിനി പർച്ചേസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലുലു മാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാങ്ങണം എന്നുള്ള കറക്റ്റായിട്ടുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പായസം വയ്ക്കണം, കുഞ്ഞ് സദ്യ ഒരുക്കണം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് ഫസ്റ്റ് ടൈമാണ്, കാരണം പാർക്കിംഗ് ഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഏരിയയിലാണ് ഞങ്ങൾക്ക് വണ്ടി ഇടാൻ കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സംഭവമൊക്കെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ടിലേക്കാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒരു ചെറിയ സദ്യ ഉണ്ടാക്കാൻ. പിന്നെ ആരുമില്ല, ഞാൻ ഗൂഗിളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. പിന്നെ നമുക്ക് സദ്യക്ക് വേണ്ട സാധനമുണ്ട് ഞാൻ പിന്നെ എടുത്തത്. ഒരു ചെറിയൊരു പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ സേമിയയുടെ കിറ്റാണ് എടുത്തത്. പിന്നെ പപ്പടം, പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് ക്യാബേജ് എടുത്തു. പിന്നെ സാമ്പാർ വയ്ക്കാനായിട്ട് സാമ്പാർ കിറ്റ് എടുത്തു. അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തു. കാരണം വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു സംഭവം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, ലുലുവിലൊക്കെ ഈ ഒരു സംഭവം വിൽക്കാൻ പറ്റുന്നത്. അങ്ങനെ അതും വാങ്ങി. പിന്നെ പായസം വെക്കണമെങ്കിൽ പാല് വേണമല്ലോ, അങ്ങനെ പാലും വാങ്ങിയിട്ട് പിന്നെ മെയിനായിട്ട് വേണ്ട സാധനങ്ങളായിരുന്നു ഈ മല്ലിയിലും കറിവേപ്പിലും, അതും വാങ്ങി. പിന്നെ കേക്ക് അവിടെ നിന്ന് വാങ്ങണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് വാങ്ങാനാണ് വിചാരിച്ചത്. അതിനിടയ്ക്ക് കാശുകൂട്ടൊക്കെ അറിഞ്ഞപ്പോൾ കാശുകൂട്ടിന് ജ്യൂസും വാങ്ങി കൊടുത്തു. ഗോകുവിന് പാഷൻ ഫ്രൂട്ടും കാശിക്ക് ഗ്രേപ്പ് ആണ് വാങ്ങിയത്. അങ്ങനെ നമ്പർ 2 ക്യാൻഡിൽ വാങ്ങി. ഞങ്ങൾ ചോക്ലേറ്റ് ഫ്ലേവറുള്ളൊരു കേക്കാണ് കേട്ടോ സെലക്ട് ചെയ്ത്. അവരവിടെ തന്നെ സ്പോട്ടിൽ തന്നെ നമുക്കത് റൈറ്റിംഗ് ഒക്കെ എഴുതി തന്നു. അപ്പോൾ ബാക്കി ശേഷം അടുത്ത്